ഹായ് ഫ്രണ്ട്സ്, ASP ഓൾ ഇൻ വൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് ഈ ഫ്ലവറിനെ പറ്റി പറയാനായിട്ടാണ്. ഇത് ഞാൻ നട്ട് വളർത്തിയിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. ഇത് നട്ട് 3 മാസം കൊണ്ട് തന്നെ ഇതിൽ പൂവിട്ട് തുടങ്ങി. ഇപ്പോൾ 1 വർഷമായപ്പോൾ ഒരുപാട് പൂക്കളും മുട്ടുകളുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ പടർത്തി വളർത്താം, അതല്ലെങ്കിൽ കുറ്റിച്ചെടി പോലെ നമുക്ക് വളർത്താൻ കഴിയുന്ന ഒരു ചെടിയാണിത്. ഇതിന് ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് വലേറിയ സൊലാൻഷ്യ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടൊരു ചെടിയാണിത്. അതേപോലെ ഇതിന് ബ്രെഡ് ഫ്ലവർ പ്ലാന്റ് എന്നും പറയാറുണ്ട്. ഞാൻ ഇത് നട്ടു വളർത്തിയപ്പോൾ ഇതിൻ്റെ പേരോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ പേരൊക്കെ എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരുപാട് വെയിൽ ഇതിന് ആവശ്യമാണ്. ഈ വേനൽക്കാലത്താണ് ഇത് കൂടുതലും പൂവിടുന്നത്. ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ഇലഞ്ഞിപ്പൂവിൻ്റെ ഒരു മണം പോലാണ്. ആ മണം അറിയാവുന്നവർക്ക് അറിയായിരിക്കും, നല്ല മണം ഇലഞ്ഞിപ്പൂവിന്. അതേപോലെ ഒരു മണമാണ് എനിക്കിതിന് നിന്ന് തോന്നിയത്. അത്രയ്ക്ക് നല്ല സ്മെല്ലാണ്, മനം മയക്കുന്ന സ്മെല്ലെന്ന് പറയുന്ന പോലെ അത്ര നല്ല മണമാണിതിന്. ആർക്കും തലവേദനയോ മറ്റൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നല്ല മണമായിട്ടുള്ളൊരു ചെടിയാണിത്. ഇതിലൊരു കമ്പ് നട്ട് വെച്ചാൽ മതി. ഇതിപ്പം മിക്ക വീടുകളിലും കാണുമായിരിക്കും. ഒരു കമ്പ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങളത് നട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിന് ഒരുപാട് പരിചരണം ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഒരുപാട് ഇലകളാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇലയൊന്ന് പറിച്ച് കളയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരുപാട് പൂക്കൾ ഇടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പം വളമൊന്നും ചേർന്നിട്ടില്ല. വളമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇതിന് നല്ല രീതിയിൽ ചിലപ്പം പൂവിട്ട് വന്നേനെ. ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു.